നമസ്കാരം. സ്വരങ്ങൾ അമൃതായി പൊഴിയുന്ന ആസ്വാദനത്തിന്റെ പുതിയ നേരം. ഇത് റെഡ് കാർപ്പറ്റ്. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി മറ്റാരുമല്ല, നമ്മൾ ഒരുപാട് ദിവസമായിട്ട് കുറേ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശേഷങ്ങൾ ഇനിയും ഇനിയും കേൾക്കാൻ ആഗ്രഹമുള്ള നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മലയാളത്തിന്റെ പ്രിയ നായിക രേഖ ചേച്ചി. രേഖ ചേച്ചി, വെൽക്കം ടു ദ ഷോ. റെഡ് കാർപ്പറ്റിന്റെ കുറെ എപ്പിസോഡ്സ് ആയിട്ട് ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നു, കുറെ പെർഫോമൻസിൽ കാണുന്നു, വിശേഷങ്ങൾ പറയുന്നു, നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടൊക്കെ പാടി തന്നു. അപ്പൊ ഇന്നും നമ്മൾക്ക് കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഒരു ഗ്യാപ്പിന് ശേഷം സീരിയൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അല്ലെ? ഒരു ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് പോയപ്പോൾ അവിടുത്തെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ? തമിഴാണ് ചെയ്തിട്ടുള്ളത്, എന്നാലും അല്ല, ഞാൻ മലയാളം മന്ദാരം ചെയ്തിട്ടുണ്ട്. മന്ദാരം വെരി ബ്യൂട്ടിഫുൾ. സജി സുരേന്ദ്രന്റെ അത് അവർ കറക്റ്റ് 200 എപ്പിസോഡാണ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അതും നല്ല അടിപൊളി സീരിയലായിരുന്നു. പിന്നെ തെലുങ്ക് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് ഒരെണ്ണം ഏറ്റവും സൂപ്പർ ഹിറ്റായത് കണാക്കാണും കാലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല സൂപ്പർ സീരിയല്. അത് കഴിഞ്ഞിട്ട് അതുമാതിരി എനിക്ക് ഒത്തു വന്നിട്ടില്ല. ഇപ്പൊ ഒരുപാട് ചോദിക്കുന്നുണ്ട്. സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറവാണ്. അപ്പൊ അത് ഒരേ ടൈപ്പായിട്ടിരുന്നാലും ബോറടിക്കും ആൾക്കാർക്ക്. പിന്നെ പ്രേക്ഷകരുടെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞാൽ ഒരു വില്ലിയായിട്ട് ചെയ്ത വില്ലിയായിട്ട് തന്നെ നമ്മളെ കാണും. പിന്നെ കണ്ണീർ കഥാനായികയാണെങ്കിൽ അവരെ അങ്ങനെ തന്നെ കാണും. അയ്യോ പാവം, അവർക്ക് എന്ത് പറ്റിയോ എന്താന്ന് പറഞ്ഞാൽ ചോദിക്കും. നമുക്ക് കുട്ടിത്തമുള്ള ഒരാളാണല്ലോ രേഖ ചേച്ചി. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഞാനൊരു ഒരു ബ്യൂട്ടിഫുൾ ഗെയിം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അത് ചേച്ചിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കാം. വിഷ്വൽ ഗെയിം ആണ് കേട്ടോ. ഓക്കെ, റെഡി? ഈ പിക്ചറിലുള്ള ആൾ ആരാണെന്നാണ് ചേച്ചി കണ്ടുപിടിക്കുന്നത്. കണ്ണ്, ചിരി ഒക്കെ എവിടേക്കോ കാണാം. ഇപ്പോഴുള്ള ആർട്ടിസ്റ്റ് ആണോ? പണ്ടത്തെ ആർട്ടിസ്റ്റ്? പണ്ടാണ് അവര്. ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ മൂവീസ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷം, അവരുടെ കല്യാണത്തിന് ശേഷം അവര് ചെയ്തിട്ടേ ഇല്ല. കാർത്തികയാണോ അല്ലയോ? കാർത്തിക ആയിരിക്കും. ഇല്ലെങ്കിൽ പാർവതി ആയിരിക്കും. പാർവതി ഓർ കാർത്തിക. ഇനി ഇവർ രണ്ടുപേരിൽ നിന്ന് നമ്മളൊരു പേര് സെലക്ട് ചെയ്യണം. ആരാണ്? കാർത്തിക, പാർവതി. പാർവതി അല്ലേ? പാർവതി ഫിക്സ് ചെയ്യാം അല്ലേ? നമുക്ക് പാർവതി അങ്ങ് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ രേഖ ചേച്ചി പറഞ്ഞിരിക്കുന്നത് പാർവതിയാണ്. ജയറാം സാറിന്റെ. അതന്നെ, ജയറാം സാറിന്റെ വൈഫ്. ഓ, കാർത്തിക. ഞാൻ പറഞ്ഞില്ലേ? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞു കാർത്തിക പറഞ്ഞ. അല്ലല്ല, കാർത്തിക ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട്. ഈ പല്ല് ഇവിടെ കണ്ടിട്ട് ഞാൻ കാർത്തിക പറഞ്ഞു. തല്ലുവോ? ഓ, ഞാൻ പറഞ്ഞു. ശരിയാണ്. അതായത് രേഖ ചേച്ചി വളരെ ആദ്യം തന്നെ കാർത്തിക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെറുതെ ട്വിസ്റ്റ് ചെയ്തിട്ട് പാർവതിയിലേക്ക് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ മാർക്ക് തന്നിരിക്കുന്നു. 100-ൽ 100. കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ കുട്ടി, ആ കുട്ടിത്തം ഉണർന്നു കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കാർത്തിക, ഞാൻ പറഞ്ഞില്ലേ. ഇനി അടുത്തൊരു വിഷ്വൽ നമുക്ക് നോക്കാം. ഇതും പണ്ട് ഒരുപാട് സിനിമകൾ, ഇപ്പൊ കുറെ നാളായിട്ട് സിനിമകളൊന്നും അവര് ചെയ്യുന്നില്ല. ഒരു 70s ഹീറോയിൻ ആയിരുന്നു. സുകുമാരൻ സാറിന്റെയും സോമൻ സാറിന്റെ ഒക്കെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതന്നെ. കിട്ടുന്നില്ല. ഇത് ഭയങ്കര എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് ഒരു ഗസ് ചെയ്ത് നോക്കൂ. ആ സമയത്തുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റ്. ദുഃഖപുത്രി, എപ്പോഴും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്. അവരുടെ പേര് ഓർമ്മയുണ്ട്. ദുബായിൽ സെറ്റിലായവര്. ദുബായിൽ സെറ്റിലായ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് എടുക്കും. അതെ, ഒരു വാട്ടറുമായിട്ട് അവരുടെ പേരിനൊരു സാമ്യമുണ്ട്. ജലജ. ജലജ അതാണല്ലേ? ഉറപ്പാണോ? ഇനി അവസാനം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ എല്ലാം ചീത്ത പറയരുത്. നോക്കാം. പക്ഷെ കൊറേ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ദുബായിലോ സെറ്റിൽ ആയവര്. ഇനി അടുത്തൊരു വിഷ്വൽ ഉണ്ട്, അത് നോക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിം അത്. അയ്യോ, ഇത് ചേച്ചി എങ്ങനെ പറയും? ഇത് ഒട്ടും പറയാൻ പറ്റില്ലല്ലോ. ഇത് എവിടെയാ മുഖം, എവിടെയാ കണ്ണ്, എവിടെയാ ഇതില്? ഇത് കണ്ണും കാണുന്നില്ല. വെറുതെ നിങ്ങൾ എഡിറ്റിംഗ് ഭയങ്കര പറ്റിച്ചിരിക്കുക. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ സമയത്തുള്ള ഒരു ഹീറോ ആണ്. ഒരു സൂപ്പർബ് ഹീറോ ആണ്. നമ്മൾ ഇന്നും ആ ഹീറോയിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു അത്രയും സൂപ്പർബ് ഹീറോ ആണ്. സത്യൻ സാർ ആയിരിക്കുമോ? സത്യൻ സാർ ആയിരിക്കുമോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞ ക്ലൂ വെച്ചിട്ട് പറയല്ലേ. ഇവിടെ ഒരു കവിളുണ്ട്. എവിടെ കവിള്? സത്യൻ സാർ കണ്ണ്
ഇതവിടെ മുകളില് ഒരു കവള അങ്ങനെ കാണാം. ഓ, മുകളിലത് കവിളായിരുന്നല്ലേ? എനിക്ക് നസീർ സാറായിട്ട് തോന്നുന്നു. അല്ല, എനിക്ക് സത്യൻ സാറായിട്ടാണ് തോന്നുന്നത്. ആണോ? അപ്പൊ നമുക്ക് എന്നാ നോക്കാം അല്ലെ. ഞാൻ പറയുന്നു നസീർ സാർ ആണെന്ന്, ചേച്ചി സത്യൻ സാർ എന്നാണ് പറയുന്നത്. ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാം. ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി എത്ര പെട്ടെന്ന് അത് കവിള് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്നും ഇല്ല, കണ്ടില്ല. കറക്റ്റ്. ഐ ആം വെരി ക്ലെവർ, നോ? വെരി അയ്യോ. ക്ലെവർ. അടിപൊളി. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാവും, നോക്കാം. ഇതാരാണ്? ചേച്ചി ആരാണിത്? കണ്ടമാരുണ്ട്. മലയാളത്തിൽ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം മലയാളി അല്ല. മലയാളി അല്ലേ? പത്മരാജൻ സാറിന്റെ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഹീറോന്റെ പേരറിയില്ല. നമ്മളുടെ ഒരു ഗന്ധർവന്റെ ഗന്ധർവന്റെ പടത്തിൽ വരുന്ന ആ ഗന്ധർവനാണ്. ആ ഗന്ധർവനാണോ ഇത്? പേര് ചേച്ചിക്ക് കൺഫ്യൂഷൻ ആണ്. നമുക്ക് നോക്കാം, ഗന്ധർവനാണോ കൃഷ്ണനാണോ? അയ്യോ, ഇത് ചേച്ചി കണ്ടുപിടിക്കുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. നിതീഷ് ഭരദ്വാജ്, അദ്ദേഹമാണ് കൃഷ്ണനും ഗന്ധർവനൊക്കെ ആയിട്ട് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടി. ഞാൻ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കളിച്ചു, എല്ലാത്തിനും പടപടയുന്ന ആൻസർ പറഞ്ഞു. അതിനൊരു മനസ്സിലൊരു കുട്ടിത്തൊക്കെ ഉണർന്നല്ലേ? അതൊരു പഴയ കാലത്തെ രേഖ ചേച്ചിയായിട്ട് മാറി. ഇനി നമ്മുടെ അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കണ്ടസ്റ്റൻസ് വന്ന് പെർഫോം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഉള്ളത്. അവരുടെ പെർഫോമൻസ് എന്താണ് ഏതാണെന്നൊക്കെ കാണാനുള്ള ഒരു സമയമാണ്. നമുക്കൊരു വിഷ്വൽ ഉണ്ട്, അതൊന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജലക്ഷ്മി, ട്രിവാൻഡ്രമാണ് സ്വദേശം. ഗ്രീഷ്മമേ സഖി സഖി നമുക്കൊരൂഷ്മള ദീപ്തിയാ. പാട്ടിലോട്ട് വരാൻ തന്നെ കാരണം എൻ്റെ അച്ഛനാണ്. അച്ഛൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പം അതുകൊണ്ട് ഇവിടം വരെ എനിക്ക് എത്താൻ സാധിച്ചു സംഗീതത്തിൽ. പാടൂ നീ മേഘമൽഹാർ ഗർഭസ്ഥ വർഷത്തിനേതേ. വേനൽ മഴ എന്ന ഈ കവിത എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ്. മലയാള കവി എ അയ്യപ്പൻ, അദ്ദേഹത്തിൻ്റെ വരികളാണവ. അദ്ദേഹം എൻ്റെ അമ്മാവനാണ്. അപ്പം അമ്മാവനായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഉണ്ട്. നമ്മളൊരു പാട്ട് പാടുമ്പോഴും അതിൻ്റെ ഉച്ചാരണം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഭാവം കൊടുക്കാം, എങ്ങനെയൊക്കെ പാടണം എന്നുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ടെക്നിക്കലായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഒരുപാട് മിസ് ചെയ്യുന്നു അദ്ദേഹത്തെ. എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിൻ്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം. സംഗീതത്തിൽ എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഞാൻ ഇനിയും ട്രൈ ചെയ്യും, വർക്ക് ചെയ്യും. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് അമ്മ ഹൗസ് വൈഫാണ്. ഇത് അനിയത്തി അശ്വതി എന്നാണ് പേര്. അമ്മയാണ് ചെറുതിലെ തൊട്ട് തന്നെ പ്രോഗ്രാംസിനും കോമ്പറ്റീഷൻസൊക്കെ ആയാലും സപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ ഹിന്ദുസ്ഥാനി പ്രദർശന മത്സരമായിരുന്നു ആദ്യമായിട്ട് വന്നപ്പോൾ. രാജലക്ഷ്മിയാണ് ആദ്യമായിട്ട് പ്രദർശന മത്സരത്തിൽ പങ്കെടുത്തത്. അതിനുശേഷമാണ് ഹിന്ദുസ്ഥാനി മത്സരം വന്നിട്ടുള്ളത്. എന്നെപ്പോലുള്ള ഒരുപാട് കലാകാരികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വേദിയാണ് റെഡ് കാർപ്പറ്റ്. അതിലേക്ക് ഒരു ഭാഗമാവാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ശുഭദിന ഹേരെ സഖേ മോരെ മനവഗത മോരെ ശുഭദിന. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ തന്നെ ഒരു പുതിയ അനുഭവമായിരിക്കും. കാരണം വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ഒരു ഗസൽ ഗായികയാണ്, ഒരു ഗസൽ സിംഗറാണ്. റെഡ് കാർപ്പറ്റിൽ എനിക്ക് തോന്നുന്നു ഗസൽ സോങ്സ് ഒക്കെ പാടാനായിട്ട് ആദ്യമായിട്ടാണ് ഒരു കുട്ടി വരുന്നത്. നമ്മുടെ കവി അയ്യപ്പൻ സാർ, അദ്ദേഹത്തിൻ്റെ അനന്തരവളാണ് വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ്. അപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങളും പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. സോ ലെറ്റ്സ് വെൽക്കം രാജലക്ഷ്മി. രാജലക്ഷ്മി, എന്ത് പറയണു? എന്താ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ NSS വിമൻസ് കോളേജിൽ ഗസ്റ്റായിട്ട് സെലക്ഷൻ കിട്ടി നിൽക്കുവാണ്. അത് ശരി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ഈ ഗസൽ ഒരു പാട്ട് തിരഞ്ഞെടുക്കാനും അങ്ങനെ ഒരു പേര് ഗസൽ സിംഗറായിട്ട് അറിയപ്പെടാനൊക്കെ എപ്പോഴാണ് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയത്? ഞാൻ ആക്ച്വലി 7th സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഹിന്ദുസ്ഥാനി പഠിച്ചു തുടങ്ങിയത്. ഗുരു പണ്ഡിറ്റ് ശ്രീ രമേശ് നാരായൺ സാറാണ്. അപ്പം സാറിൻ്റെ കീഴിൽ ആണ് ഇപ്പോൾ സംഗീതം
പഠിക്കുന്നത് ഹിന്ദുസ്ഥാനി, കർണാട്ടിക്കും പഠിക്കുന്നുണ്ട്. അതെ, കർണാട്ടിക് പഠിക്കുന്നത് SR രാജശ്രീ ടീച്ചറിന്റെ അടുത്താണ് കർണാട്ടിക് പഠിക്കുന്നത്. അത് ശരി. ഗസൽ സോങ്സ് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ? ഈ നമ്മുടെ മനസ്സിലെ കിടന്നുറങ്ങുമ്പോഴൊക്കെ നല്ല പാട്ട്. അതെ, കിടന്നുറങ്ങുമ്പോഴൊക്കെ നല്ല മനസ്സിന് സുഖം തരുന്ന ഒരു പാട്ടാണ്. ആൻഡ് കൂടുതലും നമ്മൾ കേട്ടിരിക്കുന്നത് മെയിൽ വോയിസ് ആണ്. ഗസൽ എന്ന് പറയുമ്പോൾ മെയിൽ വോയിസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റമാണ് രാജലക്ഷ്മി കൊണ്ടുവരാൻ പോകുന്നത്. കേരളത്തില് ഗസൽ പാടുന്ന സിംഗേഴ്സ് കുറച്ച്, ഗായത്രി ചേച്ചിയൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുള്ളൂ അല്ലേ? ആരായിരുന്നു ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ റോൾ മോഡൽ? ഫസ്റ്റ് എൻ്റെ ഗുരുജിയാണ്. അതിനുശേഷം ഞാൻ ഒരുപാട് ഗസൽസ് കേൾക്കാറുണ്ട് യൂട്യൂബിൽ. ഹരിജിയുടെ, പിന്നെ ഗായത്രി ചേച്ചിയുടെ ഓഫ് കോഴ്സ്, പിന്നെ ഒരുപാട് ഹിന്ദുസ്ഥാനി എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്. ആൻഡ് എന്താണ് ഇനി കുറെ കൂടി കഴിയുമ്പോൾ എന്താവണം, എന്തായിത്തീരണം എന്ന് ആഗ്രഹം? ആക്ച്വലി ഞാനിപ്പം കുറച്ച് മ്യൂസിക് കമ്പോസിലോട്ട് താല്പര്യമുണ്ട്. അപ്പം ആകാശവാണിയിൽ ഞാൻ 2 വർഷം മുമ്പ് ഒരു ക്രിസ്ത്യൻ സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അപ്പം 2-3 ആൽബംസ് പാടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിൽ പാടി, നമ്മുടെ മലയാള സിനിമാ നടൻ മുകേഷ് സാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു ലൈക്ക് ആൻ ഏഞ്ചൽ. അപ്പം അതിനകത്ത് പാടി. അതിനുശേഷം 2 ഫിലിമിൽ പാടി. അത് ഏതൊക്കെയാണ്? അതൊന്ന് കലിപ്പ്, പിന്നെ ഒന്ന് ഷിബു. അതെ, അത് രണ്ടിലും പാടി. അതെ, അത് രണ്ടിലും പാടാൻ കഴിഞ്ഞു. അപ്പം മ്യൂസിക് തന്നെയാണ് കണ്ടിന്യൂ. നല്ല വോയിസ് ആണല്ലേ, ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടികൾക്ക് വേണ്ട ഒരു വോയിസ്. താങ്ക് യു മാം. രേഖ ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടോ? ഞാൻ ആക്ച്വലി കണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഭയങ്കര പാവാണ്, ഭയങ്കര പാവം ഇരിക്കുന്നുണ്ടല്ലോ, ഭയങ്കര പാവമായിട്ട്. ഓക്കെ മാം, മാമിന്റെ സിനിമ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണല്ലോ ഓട്ടോ. അതെ, അപ്പം ഒരുപാട് ഇഷ്ടം, അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. മാമിനെ കാണാൻ ഇങ്ങനെ സാധിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോ രാജലക്ഷ്മി, നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയാലോ പാട്ട്? തീർച്ചയായിട്ടും. അപ്പൊ ഗസലിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഇവിടെ ഞങ്ങൾ റെഡിയാക്കി തരാം. ആ ഒരു മൂഡ് കംപ്ലീറ്റ് ആയിട്ട് രാജലക്ഷ്മി കൊണ്ടുവരാൻ പറ്റും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് ഗസലിൽ എന്താണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആക്ച്വലി ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ് പാടാൻ പോകുന്നത്. രാഗ് പൂര്യ ധനാശ്രീ ചോട്ടാ ഖയാലാണ് പാടുന്നത്. അതാണ് പാടാൻ പോകുന്നത്. ശരി, അപ്പൊ എന്തായാലും ഓൾ സെറ്റ്. താങ്ക് യു സോ മച്ച്. श्याम मुरारे बनवारे गिरिधारे, 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 मदन मोहन हो शरण त्रिपुरारे, मदन मोहन हो शरण त्रिपुरारे, श्याम मुरारे बनवारे गिरिधारे, श्याम मुरारे बनवारे, श्याम मुरारे, श्याम मुरारे,
ശ്യാമ മുരാരേ ശ്യാമ മുരാരേ ശ്യാമ മുരാരേ മുരാരേ വാരേ गिरिधारे श्याम मुरारे बनवारे ग्वाल गोपाल लाल नद जू लाल नद जुग ग्वाल गोपाल ग्वाल गोपाल लाल नद जुगे राधा रमण कुंज बिहारी श्याम मुरारी बनवारी गिरिधारी श्याम मुरारी बन मामा पापा दादा पापा मामा पापा गा मामा रे रे गा नी रे रे गा मामा पदा पामा गा मा पदा पा श्याम मुरारी बनवारी रे गा मा मा गा मा गा मा गा मा पा मा गा रे सा 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 श्याम मुरारी बनवारी गिरिधारी श्याम मुरारी बन श्याम मुरारी ने 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 दाने ने दाने ने दाने दा ब गा मा गा ब मा दा ब मा पा मा गा म रे गा पा मा गा म रे गा पा मा गा म रे गा ग्वाल गोपाल लाल नद जुगे ग्वाल गोपाल ने 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 दाने ने दाने ने दाने दा ब गा मा गा ब मा दा ब मा पा मा गा म रे गा सा ने रे गा मा पा सा ने रे गा मा पा सा ने रे गा मा पा ग्वाल गोपाल लाल नद जुगे ग्वाल गोपाल लाल नद जुगे राधा रमण कुंज बिहारी श्याम मुरारी बनवारी गिरिधारी वारी गिरिधारी श्याम मुरारी बनवारी ने 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 दाने ने दाने ने दाने दाने रे गा रे ने दाने रे गा रे ने दाने सा ने दाने दा ब मा मा गा मा गा मा गा मा गा रे सा पा मा गा रे सा पा मा गा रे सा पा मा गा रे सा दाने रे गा रे ने दाने रे गा रे ने दाने सा ने दाने दा ब गा मा दाने सा ने दा ब गा मा दाने सा 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 गा मा दाने सा 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 गा मा दाने सा 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 ग्वाल गोपाल लाल नंद जुगे ग्वाल पा सा ने सा दाने दा ब सा पा मा प दा प मा प ने रे गा मा पा मा गा मा प ने रे गा मा पा मा गा मा पा ने रे गा मा पा मा गा मा पा ग्वाल गोपाल लाल नंद जुगे राधा रमण कुंज बिहारी वारी गिरिधारी श्याम मुरारी बन श्याम मुरारी बनवारी
ഗേ രേ നിങ്ങൾ 3 പേരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടുമ്പോഴും വായിക്കുമ്പോഴൊക്കെ അവിടെ ഇരുന്ന് കാണാൻ ഭയങ്കര സുഖമായിരുന്നു. ആൻഡ് ബ്രില്യൻ വോയിസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു. നല്ലൊരു മാജിക് ആയിരുന്നു. അതെ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു മാജിക്, ഭയങ്കര ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ ലൈവായിട്ട് ഇത്ര അടുത്തിരുന്ന് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്കും ഈ ഒരു ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതൊക്കെ ആരാണ്? ഇത് തബല നിതിൻ. നിതിൻ ബ്രില്യൻ. ആൻഡ് ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് അറിയാം. എന്നാലും പറയൂ. ഇത് ജിജോ ചേട്ടനാണ്. ഹാർമോണിയാണ് ഇന്ന് പ്ലേ ചെയ്തത്. നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമാണ് അദ്ദേഹം. ആൻഡ് താങ്ക് യു. എന്തായാലും നിങ്ങൾ 3 പേരും മസ്തലായിട്ട് പെർഫോം ചെയ്തു. ചേച്ചി വരൂ, നമുക്ക് ആ മൊമെന്റും അങ്ങ് പ്രസന്റ് ചെയ്യാം. രാജലക്ഷ്മി, എന്താണ് ഞങ്ങളുടെ ഷോയിൽ വന്നിട്ട് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഹിന്ദുസ്ഥാനി ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു പെർഫോം ചെയ്യാൻ പറ്റിയത്. സോ റെഡ് കാർപ്പറ്റിനോടും ബാക്കി എല്ലാ മെമ്പേഴ്സിനോടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ ഒരു വണ്ടർഫുൾ പെർഫോമൻസോട് കൂടി നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്.